ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു വെർബൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലാപ്പ് ചെയ്ത് പോരേണ്ട ഒരു സ്ഥലമായിട്ടോ ഭയങ്കര അതിന്റെ മുകളിൽ മാസ് അങ്ങനെ ചെയ്യാതെ ചെയ്യുന്നവരുണ്ടാവും, അത് കണ്ടന്റ് ആക്കാം, അതൊക്കെ നമുക്ക് ആ തോട്ട് പ്രോസസ്സിൽ പോവാം. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ സീസൺ 5 ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഞാൻ ഇതേ ഒരു സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ മൂഡിലാണ് ഇന്റർവ്യൂ കൊടുത്തത്. സീസൺ 6 ഇന്റർവ്യൂ എന്റെ കഴിഞ്ഞതിന് ശേഷം എന്നോട് അവിടുന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത കൂട്ടത്തിലുള്ള ഒരാൾ, ഞാൻ പേര് പറയുന്നില്ല, എന്നോട് ചോദിച്ചു സായിന്റെ അഹങ്കാരമൊക്കെ പോയത്. ഞാൻ പറഞ്ഞു സാർ എല്ലാം പോയി, അഹങ്കാരമൊന്നും ഇല്ല. ലൈക്ക് എനിക്ക് ഇനി ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലൈഫ് ഭയങ്കരമായിട്ട് നോക്കണം, ഞാനത് നോക്കിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഇയറിലെ പോലെയല്ല, എൻ്റെ ആവശ്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മളെ ആവശ്യങ്ങൾ അവർ കേൾക്കും, അതിൽ കൺവിൻസ്ഡ് ആയാൽ മാത്രമേ അവർ നമ്മൾ ആ ഷോയിലേക്ക് വിളിക്കും. അപ്പം ഞാൻ ഈ ആവശ്യങ്ങൾ, ഞാൻ എന്താണോ അതിനകത്ത് പ്രവർത്തിച്ച കാര്യങ്ങൾ, അത് ഓൾറെഡി ഇൻഫോംഡ് ആണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ പ്രോസസ്സ് ആവശ്യമാണ്. ഞാൻ പക്ഷെ ഇവരോട് ആരും ഷെയർ ചെയ്തിട്ടില്ല, ഞാൻ പുറത്ത് എവിടെയും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ചില ടൈമിൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്നിപ്പോൾ രാവിലെ ഒരു പയ്യൻ മെസ്സേജ് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ ഞാൻ ഫെബ്രുവരിയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൻ എന്നോട് ചോദിച്ചു, ഞാൻ വീഡിയോനകത്ത് അച്ഛൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ പറഞ്ഞപ്പോൾ അച്ഛന് ഞാൻ അത്ര ഓക്കെ അല്ല എന്ന് ഞാൻ അന്ന് വീഡിയോ പറഞ്ഞപ്പോൾ എനിക്ക് വന്ന് മെസ്സേജ് അയച്ചു, ബ്രോ പറയാൻ പറ്റുമെങ്കിൽ ബ്രോ എന്നോട് തുറന്നു പറ, അപ്പോൾ ബ്രോൻ്റെ ആ ഒരു ബാഗേജ് ഇറങ്ങി പോകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് കൊടുത്ത റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറയേണ്ട ഒരു ടൈം വരും, ഞാൻ അപ്പോഴേ ഇത് പറയൂ, എനിക്ക് അപ്പോഴേ എന്നൊരു സമാധാനം കിട്ടും. ഇന്ന് അവൻ എനിക്ക് രാവിലെ ഒന്ന് ബ്രോ ഐ എം വെരി ഹാപ്പി ബ്രോ അത് ഇറക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഞാനത് ഞാനത് മറന്നുപോയി. ഞാൻ അവനോട് അത് പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. ഇതേപോലെ ഞാൻ 1-2 ആൾക്കാരോട് ഞാൻ ഈ കേസുകൾ പറയുന്നതാണ്. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഓക്കെ ഇവൻ ചെയ്തത് എന്താന്നുള്ളത് കണക്ട് ആയിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് പോയെന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ ഈ മറ്റേ അച്ഛൻ്റെ ഇഷ്യൂ ആണെങ്കിലും ഇപ്പം സ്നേഹമാണല്ലോ പുറത്ത് ഡീൽ ചെയ്യുന്നത്, ലൈക്ക് ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് വരുന്നു. അപ്പൊ അകത്ത് ഇപ്പൊ സായി ഇപ്പൊ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോഴും പുറത്ത് അച്ഛൻ്റെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആ ടൈമില്? അച്ഛൻ ഞാൻ പറയട്ടെ, അച്ഛന് ഞാൻ കയറുന്നതിന്റെ ഒരു 3-4 ദിവസം മുന്നേ ഞാൻ വിളിച്ചു. ഞാൻ 3-4 മണിക്കൂർ രാത്രി 12 മുതൽ 4 മണി വരെ സംസാരിച്ചു. അച്ഛനോട് പറഞ്ഞത് അച്ഛന് വിഷമമായി എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഞാൻ ആ സമയത്ത് ഓർത്തില്ല ഒരു സംഭവം. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സാധനം തോന്നുള്ളൂ, ആ ഒരു ചെറിയൊരു ഇഷ്യൂ ആണ്. പക്ഷെ ചെറിയ കുട്ടികളാവുമ്പോൾ ചെറിയൊരു ട്രോമ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അങ്ങനെയല്ല, സായി ഇങ്ങനെ വിചാരിച്ചിട്ടാവും പെട്ടെന്ന് ആ ഒരു സംഭവം ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും അച്ഛൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായി, ഞാനത് ഓർമ്മയിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് കുറെ പലരും കളിയാക്കിയിട്ടുണ്ട്. എപ്പോഴും കമന്റ് ബോക്സിലോ പിന്നെ ഒരു പൊറാട്ട പ്രശ്നം പറയാനാണോ പോണേന്നൊക്കെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവര് ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയാതെ ടൈം ബോംബും അതിന് മുന്നോട്ട് പോവാണ്. നാളെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛനോടുള്ള ഒരു അഗ്രഷൻ കാരണം ഒരു വെർബൽ സാധനത്തിൽ നിന്ന് മാറിയിട്ട് ചിലപ്പോൾ ഒരു ഫിസിക്കൽ സാധനത്തിലേക്ക് ആ സാധനം പോവാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയി പോകുന്ന ടൈമിൽ എനിക്കത് ഹോൾഡ് ചെയ്യാന്നുള്ളത് എനിക്ക് വഴിയുള്ളൂ.